ആരാണ് കസാൻഡ്ര നോവ? ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ കണ്ടവർക്ക് ആളെ പിടികിട്ടി കാണും. അതെ, ഡെഡ്പൂൾ ആൻഡ് വോൾവറിനിലെ പ്രധാനപ്പെട്ട വില്ലൻ. മാർവൽ കോമിക്സിൽ 16 മില്യണോളം വരുന്ന മ്യൂട്ടൻസിന്റെ മരണത്തിന് കാരണക്കാരിയാണ് ഈ കസാൻഡ്ര നോവ. കസാൻഡ്ര നോവ ആരാണെന്നും കസാൻഡ്ര നോവയുടെ ഒറിജിനും പവേഴ്സും ഒക്കെ എന്താണെന്ന് അറിയാനായിട്ട് ഈ വീഡിയോ ഫുള്ള് കാണുക. നിങ്ങൾ ഇതുവരെയും എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്തു വെച്ചേക്കുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. സോ നമുക്ക് കസാൻഡ്ര നോവയുടെ ഒറിജിൻ സ്റ്റോറിയിലേക്ക് പോകാം. 2001 പുറത്തിറങ്ങിയ ന്യൂ എക്സ്മെൻ കോമിക്സിന്റെ 114ാമത്തെ ഇഷ്യൂവിലാണ് കസാൻഡ്ര നോവ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. കസാൻഡ്ര നോവ സേവിയർ എന്നാണ് കസാൻഡ്ര നോവയുടെ യഥാർത്ഥ പേര്. ചാൾസ് സേവിയറിന്റെ ഈവിൾ ട്വിൻ സിസ്റ്റർ ആണ് കസാൻഡ്ര നോവ. ചാൾസ് സേവിയറിന്റെ അമ്മയായ ഷാരോൺ സേവിയറിന്റെ ഗർഭപാത്രത്തിൽ നിന്നുമാണ് കസാൻഡ്ര നോവയുടെ ഒറിജിൻ ആരംഭിക്കുന്നത്. ഷാരോൺ സേവിയർ ചാൾസ് സേവിയറിനെ ഗർഭം ധരിക്കുന്ന സമയത്ത് തന്റെ ഗർഭപാത്രത്തിൽ ഒരു പാരസൈറ്റും രൂപപ്പെടുകയാണ്. മൊമുഡ്രായ് എന്ന ഒരു ഏലിയൻ പാരസൈറ്റ് ആണ് ഷാരോൺ സേവിയറിന്റെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടത്. ആസ്ട്രൽ പ്ലെയിനുകളിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക തരം പാരസൈറ്റുകളാണ് മൊമുഡ്രായ്. ചാൾസ് സേവിയർ ഒരു മ്യൂട്ടന്റ് ആണെന്ന് നമുക്കറിയാം. സോ ചാൾസ് സേവിയറിന്റെ എക്സ്ട്രീം ആയിട്ടുള്ള മ്യൂട്ടന്റ് പവേഴ്സും അദ്ദേഹത്തിന്റെ DNA-യും എല്ലാം കോപ്പി ചെയ്ത് ഷാരോൺ സേവിയറിന്റെ ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ ഒരു മനുഷ്യരൂപം സ്വീകരിക്കുകയാണ് കസാൻഡ്ര നോവ. ഗർഭപാത്രത്തിൽ വെച്ച് തന്നെ തന്റെ ഇരട്ട സഹോദരനായ ചാൾസ് സേവിയറിന്റെ കഴുത്തില് പൊക്കിൽ കൊടി ചുറ്റി കൊല്ലാൻ ശ്രമിച്ചതാണ് കസാൻഡ്ര നോവ. തന്റെ ട്വിൻ സിസ്റ്റർ ഈവിൾ ആണെന്ന് മനസ്സിലാക്കിയ ചാൾസ് സേവിയർ തന്റെ സെൽഫ് ഡിഫൻസിനായിട്ട് തന്റെ മ്യൂട്ടന്റ് എബിലിറ്റീസ് ഉപയോഗിച്ച് കസാൻഡ്ര നോവയെ കൊല്ലുന്നു. ഈ കാരണം കൊണ്ട് തന്നെ ഷാരോൺ സേവിയറിന്റെ ഗർഭം അലസിപ്പോവുകയും ചാൾസ് സേവിയർ ഒരു പ്രശ്നവും കൂടാതെ ജനിക്കുകയും എന്നാൽ കസാൻഡ്ര നോവ ഒരു ജീവശവമായിട്ട് മാറുകയുമാണ്. പക്ഷെ കസാൻഡ്ര നോവ മരിച്ചിട്ടില്ലായിരുന്നു. കസാൻഡ്ര നോവ ജനിച്ചു വീണത് ഒരു കയോട്ടിക് സെല്ലുലാർ മാറ്റർ ആയിട്ടാണ്. പിന്നീടുള്ള കുറെ കാലം കസാൻഡ്ര നോവ സെല്ലുലാർ മാറ്റർ എന്ന ഫോമില് ജീവിച്ചു, അതും ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാകുന്നത് വരെ. അങ്ങനെ തന്റെ ഹ്യൂമൻ ബോഡി റീഫോം ആയതോടെ തന്റെ ട്വിൻ ബ്രദറായ ചാൾസ് സേവിയറിനോട് റിവെഞ്ച് എടുക്കാൻ പുറപ്പെടുകയാണ് കസാൻഡ്ര നോവ. കസാൻഡ്ര നോവ തനിക്ക് സ്വന്തമായിട്ട് ഒരു ഹ്യൂമൻ ബോഡി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചാൾസ് സേവിയറിന്റെ DNA കോപ്പി ചെയ്തതോടെ ചാൾസ് സേവിയറിന്റെ എല്ലാ മ്യൂട്ടന്റ് എബിലിറ്റീസും കസാൻഡ്ര നോവയ്ക്ക് കിട്ടുകയാണ്. അതും ചാൾസ് സേവിയറിന് ഓൾറെഡി ഉള്ള പവേഴ്സും ഇനി ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പവേഴ്സും എല്ലാം തന്നെ കസാൻഡ്ര നോവയും സ്വന്തമാക്കി. ചാൾസ് സേവിയറിന്റെ മ്യൂട്ടന്റ് എബിലിറ്റീസിനോടൊപ്പം തന്നെ ടെലിപ്പതി, ടെലികൈനസിസ്, മൈൻഡ് കൺട്രോൾ, സയോണിക് ബ്ലാസ്റ്റ്, മൈൻഡ് ട്രാൻസ്ഫറൽ, ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നിങ്ങനെ നിരവധി പവേഴ്സും കസാൻഡ്ര നോവയ്ക്കുണ്ട്. ഈ മ്യൂട്ടന്റ് പവേഴ്സ് മാത്രമല്ല, മൊമുഡ്രായ് എന്ന ഏലിയൻ വർഗത്തിന് വേണ്ട എബിലിറ്റീസും കസാൻഡ്ര നോവയ്ക്കുണ്ട്. ഏതൊരു സെന്റിയന്റ് ബീയിങ്ങിന്റെയും DNA കോപ്പി ചെയ്യാനും ആ DNA ഉപയോഗിച്ച് ഒരു ഫിസിക്കൽ ബോഡി ഉണ്ടാക്കിയെടുക്കാനും സോളിഡ് മാറ്ററിലൂടെ ഫേസ് ചെയ്യാനും പോരാത്തതിന് വളരെ പവർഫുൾ ആയിട്ടുള്ള റീജനറേറ്റീവ് എബിലിറ്റിയും കസാൻഡ്ര നോവയ്ക്ക് ഉണ്ട്. സോ ഗൈസ്, ഇതൊക്കെയാണ് കസാൻഡ്ര നോവയുടെ ഒറിജിനും പവേഴ്സും എബിലിറ്റീസും ഒക്കെ. എനിക്ക് പറ്റുന്ന പോലെ ഈ വീഡിയോ പൂർത്തിയാക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർവൽ കോമിക്സിലെ മറ്റ് ക്യാരക്ടേഴ്സിനെ പറ്റി നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്താൽ മതി. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ആ വീഡിയോസ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.